എല്ലാവർക്കും ഗീതമ്മാസ് കിച്ചണിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഉത്രാട സ്പെഷ്യൽ ചെറുപയർ പരിപ്പ് പായസമാണ്. അതിനുവേണ്ടി ഞാനൊരു 1/4 കിലോ ചെറുപയർ പരിപ്പ്, അതായത് 250 ഗ്രാം ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. അതൊരു പാനിലേക്കിട്ട് ഒന്ന് ഡ്രൈ ആയിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതായത് അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടണം. ഒരു ചെറിയതായിട്ടൊന്ന് നിറം മാറി ഒരു റോസ് കളറായി പച്ചമണം മാറി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടി അതിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ അതെല്ലാം നല്ല റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് അതൊന്ന് വേവിച്ചെടുക്കണം. അതൊന്ന് പ്രഷർ കുക്ക് ചെയ്താണ് ഞാൻ എടുക്കുന്നത്. അതിനു വേണ്ടി ഞാൻ ആ മിക്സിയുടെ വലിയ ജാറിലേക്ക് 2 തേങ്ങയുടെ പീര ആണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലപോലെ അരച്ച് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അരച്ച് തലപ്പാൽ മാറ്റി വെക്കണം. അത് കഴിഞ്ഞ് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അരിച്ച് 2ാം പാലും എടുക്കണം. അങ്ങനെ എന്നിട്ട് ആ 2ാം പാലിൻ്റെ പകുതി ഒഴിച്ചാണ് ഈ പരിപ്പ് വേവിക്കുന്നത്. ഇനി നമുക്ക് ഈ പരിപ്പൊക്കെ കഴുകി നല്ല നീറ്റായിട്ട് കഴുകിയെടുത്ത് കുക്കറിലിട്ടിട്ട് ഈ 2ാം പാലും കൂടെ ഒഴിച്ച് വേവിക്കാം. ഇതിപ്പോൾ അതെല്ലാം റെഡിയായി. 2ാം പാലിൻ്റെ പകുതി ഒഴിച്ച് പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ആ പരിപ്പ് അവിടെ ഇരുന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഉരുളി വെക്കാം. പരിപ്പൊക്കെ വെന്തിട്ടുണ്ട്. ഉരുളി വെച്ചു. ഉരുളിക്കകത്തോട്ട് 1 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 1 സ്പൂൺ മതി. ആ 1 സ്പൂൺ നെയ്യിട്ട് അതിനകത്തോട്ട് ആ പരിപ്പിടാം. ഇത് ആ വെന്ത് വെച്ചിരിക്കുന്ന പരിപ്പാണ്. കറക്റ്റ് പാകത്തിന് വേവിച്ച് വെച്ചിരിക്കുകയാണ്. അത് ഒരുപാട് അങ്ങ് വെന്ത് അങ്ങ് ക്രീം പോലെ ആകരുത്. എന്നാൽ ഒരല്പം പരിപ്പിങ്ങനെ ഇടയ്ക്ക് കടിക്കാനും ഒക്കെ കാണണം. ഒരുപാട് വെന്തങ്ങ് പേസ്റ്റ് പോയാലല്ലേ വേറെ സ്വാദായി പോകും. അത് പാകത്തിന് വെന്തിരിക്കുകയാണ്. ഇനി അതിനകത്തോട്ട് നമുക്ക് ആ തേങ്ങയുടെ 2ാം പാലിൻ്റെ പകുതി മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അത് കുറേശ്ശെ ഒഴിച്ച് അത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. പിന്നെ എല്ലാവരും ഈ കാണുന്ന എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർത്തോണം കേട്ടോ, മറന്നു പോകരുത്. അതുകൂടാതെ ഒരു ലൈക്കും കൂടെ ചെയ്യണേ. പിന്നെ ഏകദേശം ഒരു 1/4 കിലോ ശർക്കര ഉരുക്കിയതും കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ശർക്കര ഞാൻ 1 കിലോയുടെ ഉരുക്കി അങ്ങ് മാറ്റി വെച്ചിരിക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഒരു 1/4 എടുത്ത് ഇതിന് ചേർത്തിരിക്കുന്നത്. 1/4 കിലോ പരിപ്പിന് 1/4 കിലോ ശർക്കര. പിന്നെ ഈ ശർക്കര പായസത്തിന് നല്ല മധുരം വേണമെന്നുള്ളവർക്ക് അല്പം കൂടെ കൂട്ടി ഒരു 50 ഗ്രാം കൂടെ കൂട്ടിയെടുക്കാം. ഇതിപ്പം മധുരം അല്പം താഴോട്ടായിരിക്കും, ഒട്ടും കൂടുതലല്ല, അല്പം പാകത്തിന് കഷ്ടിച്ച പാകത്തിന് കാണും, അത്രയേ ഉള്ളൂ. അങ്ങനെ അതിനകത്ത് ആ 2ാം പാലും ഇട്ടു. ഇനി അതിനകത്തോട്ട് ഒരു 2 നുള്ളു ഉപ്പിട്ട് കൊടുത്ത് ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാം. ഇനി അതിനകത്ത് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചതാണ്. പിന്നെ 1 ടീസ്പൂൺ ചുക്കുപൊടി, 1 ടീസ്പൂൺ ജീരകപ്പൊടി, ഇതെല്ലാം കൂടെ നമുക്കിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഈ പരിപ്പൊക്കെ വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് വളരെ എളുപ്പമാണ്. പിന്നെ ഒരുപാട് നീണ്ട തേങ്ങാപ്പാലൊക്കെ ഒരുപാട് നീണ്ട ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം കുറുകി വറ്റി വരുന്നവരെ ഒരുപാട് ടൈം എടുക്കും. ഇത് ഇങ്ങനെ ഇപ്പോൾ തന്നെ ഒരുമാതിരി കുറുകിയാണ് ഇരിക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് തലപ്പാൽ മാത്രം ചേർത്താൽ മതി. തലപ്പാലാണെങ്കിലും ഒരു 1/2 ഗ്ലാസ്, ഒരു 1/4 ഗ്ലാസ്സേ ഉള്ളൂ, അല്ലാതെ കൂടുതലൊന്നുമില്ല. പിന്നെ ഇത് ഇരിക്കും തോറും ഇത് വറ്റി വരികയും ചെയ്യും. ഉരുളിയിലിരിക്കും തോറും ഇത് വറ്റി കട്ടയാകും. ഇനി നമുക്ക് തലപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാ സാധനങ്ങളും കൂടെ നമ്മൾ അടുപ്പിച്ച് വെച്ച് പണി തുടങ്ങിയാൽ പെട്ടെന്ന് തീർക്കാം. അല്ലാതെ ഒരുപാട് നേരം ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കണമെന്നൊന്നുമില്ല. പാകത്തിനെ വെള്ളമൊക്കെ ഒഴിക്കാവൂ. ഇപ്പോൾ എൻ്റെ ഈ പായസത്തിന് നിറമില്ലാത്ത എന്താണെന്ന് വെച്ചാൽ ശർക്കര നല്ല കറുത്ത ശർക്കര അല്ല കിട്ടിയത്. എനിക്ക് കിട്ടിയത് ആ ഒരു ഇളം ബ്രൗൺ കളറിലെ ശർക്കരയാണ്. അത് ഉരുക്കി വന്നപ്പോൾ അധികം നിറമൊന്നും ഇല്ലായിരുന്നു. പിന്നെ അതിനകത്ത് തേങ്ങാപ്പാലും കൂടെ ഒക്കെ ഒഴിച്ചപ്പോൾ ആകെ ഒരുമാതിരി വെളുത്തിരുന്നു. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ടേസ്റ്റും മധുരവും ഒക്കെ ഉണ്ട്. കറുത്ത ശർക്കര കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇനി ഇതിനകത്തൊന്ന് മൂപ്പിച്ചിടണം തേങ്ങാക്കൊത്ത്, കശുവണ്ടി, മുന്തിരി. അപ്പം തേങ്ങാക്കൊത്ത് നല്ലോണം മൂത്ത് കഴിയുമ്പോൾ നമുക്ക് കശുവണ്ടിയും മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് നല്ല പൊടിയായിട്ട്, കനം കുറച്ച് നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. തേങ്ങാക്കൊത്ത് മൂത്തു, കശുവണ്ടിയും മുന്തിരിയും ഞാൻ അതിലിട്ടു, അത് കാണിക്കാൻ വിട്ടുപോയതാണ്. ഇനി അതെല്ലാം കൂടെ നമുക്ക് ഈ പായസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ പായസം റെഡിയായി. ഇപ്പം നമുക്ക് കഴിക്കാം. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ഇനിയും എൻ്റെ ഓരോ വീഡിയോസും കാണണം.
അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതേ കാണാമല്ലോ, നല്ല അടിപൊളി പായസം കിട്ടിയിട്ടുണ്ട്. ഉത്രാടത്തിൻ്റെ പായസമാണ്. ഇനി ഓണം സ്പെഷ്യൽ ഒരു പുതിയ വിഭവമായിട്ട് ഞാൻ നാളെ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും താങ്ക് യു. എല്ലാവർക്കും നന്ദി.